നண்பர்களே വണക്കം. സോറി, പെട്ടെന്ന് തമിഴായി പോയി. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മധുരയിലാണുള്ളത്. നമ്മളൊരു ഹാഫ് സാരി ഫംഗ്ഷൻ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകും. അതിരാവിലെ ഇതുപോലെ മധുര സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. അപ്പം ഞാനും നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഈ പുറകിൽ നടന്നു വരുന്നതാണ് നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ ഇവരുടെ കസിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് എത്തിയത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഓഡിറ്റോറിയമൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ കയറി ചെല്ലുമ്പോഴേ പൂക്കളമൊക്കെ ഇട്ട് ഒരുക്കി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഒരുക്കങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഓരോ ഗിഫ്റ്റുകളാണ്. അപ്പോൾ ഇതിലെനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് സ്വീറ്റ്സ് ആണ്. അത് ഓരോ ഫ്രൂട്ട്സിൻ്റെ ഒരു രീതിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ വാഴയിലില്ലാത്ത എന്ത് പ്രോഗ്രാമാണല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി ഡിസൈൻ ഇവിടെ ഇങ്ങനെ കാണാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നനച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ വന്നുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടോ, ഫുള്ള് പ്ലേറ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല, ഫുള്ള് ഇലയിലാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ രാവിലെ നല്ല ഫുഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഉപ്പുമാവ്, കേസരി, ഇഡലി, ഉഴുന്നുവട, അപ്പോൾ അതിൻ്റെ കൂടെ ചട്നിയുണ്ട്. അപ്പോൾ അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ തമിഴ്നാട്ടിലെ ഫുഡ് കഴിക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റ്. പിന്നെ അവസാനം ദോശയും കിട്ടി കേട്ടോ. പിന്നെ ഡാൻസ് കളിക്കാനുള്ള കുട്ടികളൊക്കെ വരിവരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഹാഫ് സാരി ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേന് ഈ തമിഴ്നാട്ടിൽ ഒരു വെഡ്ഡിങ് പോലെ തന്നെയാണ് അവരിത് ആഘോഷിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊരു ബ്രൈഡ് എങ്ങനെയാണോ അതുപോലെയാണ് ഈ ഒരു കുട്ടിയെ അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ ലിറ്റിൽ ബ്രൈഡിനെ ഒരുക്കുന്ന പോലെ ആണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റ് സംഭവങ്ങളും എല്ലാം ഈ ഒരു ഫംഗ്ഷൻ ഇവർ കൊടുക്കുന്നതാണ്. ഈ ഒരു ഹാഫ് സാരി ഫംഗ്ഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചടങ്ങുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ്സ് എല്ലാം ഇതുപോലെ ഈ ഒരു കുട്ടിയെ ഇങ്ങനെ കുളിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഓരോ നാട്ടിലെ ഇതുപോലുള്ള വ്യത്യസ്തമായുള്ള കൾച്ചറൊക്കെ കാണുന്നത് തന്നെ ഒരു പ്രത്യേകതരം രസമാണല്ലേ. നമ്മുടെ നാട്ടിലൊരു കല്യാണത്തിന് വരുന്ന പോലെ തന്നെ നിരവധി ആളുകളൊക്കെ ഈ ഒരു ഒക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ മേളങ്ങളില്ലാത്ത എന്ത് പരിപാടിയാണുള്ളതല്ലേ. അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളി നാസിക് ഡോലുകൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കേരളത്തിലും ഒട്ടുമിക്ക സ്ഥലത്തും ഇത് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അവരുടെ വ്യത്യസ്ത താളവും ഒക്കെ നമുക്ക് അവിടെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പിള്ളേർക്ക് അടിപൊളിയായിട്ട് കുട്ടി. ഇത് കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ട് അടിപൊളി ഡാൻസുകളൊക്കെ നമുക്ക് ഇതുപോലെ കാണാനായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒക്കേഷനിൽ വരുന്നവർക്ക് വേണ്ടി മൈലാഞ്ചി ഇടുന്ന ഒരാളെ നമ്മൾ കണ്ടു. അപ്പോൾ തമിഴ്നാട്ടിലെ മെഹന്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിപ്പോൾ വെഡ്ഡിങ് ആയിക്കോട്ടെ, ഹാഫ് സാരി ഫംഗ്ഷൻ ആയിക്കോട്ടെ, എന്തായാലും അവർക്ക് മെഹന്തി മസ്റ്റാണ്. അപ്പോൾ അതും അടിപൊളിയാണ്. അതുപോലെ തന്നെ ചടങ്ങുകളുടെ ഭാഗമായ നിരവധി പരിപാടികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ കൊണ്ടുവരുന്ന ഗിഫ്റ്റുകളൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ അതുപോലെ ഗിഫ്റ്റുകളുണ്ട് ബന്ധുക്കൾ കൊണ്ടുവന്നത്. അപ്പോൾ അത് കാരണം സ്റ്റേജിൽ ഇട പോലും ഇല്ല. നമ്മുടെ നാട്ടിലെ വെഡ്ഡിങ് പോലെ തന്നെ റിലേറ്റീവ്സ് എല്ലാം ഈ ഒരു ലിറ്റിൽ ബ്രൈഡിന് ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ അങ്ങനെ നിരവധി ചടങ്ങുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും.
വീണ്ടും ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് അടിപൊളി ഫുഡാണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതായത് ഫുഡെന്ന് പറഞ്ഞാൽ രാവിലെ വെജിറ്റേറിയൻ ആണെങ്കിൽ ഉച്ചയ്ക്ക് നോൺ വെജിറ്റേറിയൻ ആണ്. അത് ചിക്കനാണ് ആദ്യമായിട്ട് വന്നത്, പിന്നെ മട്ടൻ ബിരിയാണി, അങ്ങനെ വെറൈറ്റി കോമ്പിനേഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. ടേസ്റ്റ് വൈസ് അടിപൊളിയായിട്ട് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിൽ ഇതുപോലെ വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യുന്നത്. എന്തായാലും അടിപൊളിയാണ്. ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേന് ഒരു സൈഡിലായിട്ട് ഇതാ ഇതുപോലെ സ്വീറ്റ് ബീഡകൾ, മുട്ടായികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഐസ്ക്രീം മാത്രമാണ് ഈ ഒരു ഫുഡിന് ശേഷം കൊടുക്കുന്നത്, പക്ഷേ ഇവിടെ ഇതുപോലെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ബേഡ ട്രൈ ചെയ്ത്, എന്തായാലും അടിപൊളിയാണ്. അവർ പറഞ്ഞത് ഈ ഒരു ബേഡ ചവച്ചിറക്കാമെന്നാണ്. എന്തായാലും സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ജസ്റ്റ് കമൻറ്റ് കേട്ടോ. സോ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ മുറുക്കാനെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് സംഭവം അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒരു വെറൈറ്റി സംഭവം കണ്ടത് മൊസാംബിക്കകത്ത് ഇതുപോലെ ഐസ്ക്രീം ഫില്ല് ചെയ്തിട്ട് അത് ഫ്രീസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. എന്തായാലും അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. സോ കൂടാതെ തന്നെ വെറൈറ്റി സ്വീറ്റ്സുകളും നമുക്ക് ഇവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതും അടിപൊളിയാണ് കേട്ടോ, വെറൈറ്റി ആയിട്ട് തോന്നി ഭയങ്കര. സോ പിന്നെ നമ്മൾ ഫംഗ്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും നമുക്ക് അവർ ഗിഫ്റ്റൊക്കെ തന്നു. അപ്പോൾ നമ്മൾ വന്നതിൻ്റെ ഒരു സന്തോഷത്തിനാണ് ഈ ഒരു ഗിഫ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്തത്. സോ അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്.